ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു, അപ്പുറത്തെ വശത്ത് സൈലന്റ് ആണ്. സിസ്റ്ററെ നമസ്കാരം. നമസ്കാരം. എന്താണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യം? ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേരള തമിഴ്നാട് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ജയന്തിയാണ്. ഞാൻ ഇപ്പോൾ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അടുത്ത് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയുമാണ്. ഓക്കെ, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു കോൺവെന്റ് ഉണ്ട്. അവിടുത്തെ കുഞ്ഞു മക്കളാണ് ഇവിടെ. ഇവിടെ ഈ ഒരു ബോർഡറാണ്. പക്ഷേ 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ രാവിലെ മുതൽ രാത്രി 8 മണി വരെ 1.5-2 മണിക്കൂർ ഇടവിട്ട് ഇവിടെ ബസ് റൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ ഒറ്റ ബസ് റൂട്ടും ഇല്ല, ബസ്സേ ഇല്ല. ഈ കുഞ്ഞുമക്കൾക്ക് സ്കൂളിൽ പോകാനായാലും ഹോസ്പിറ്റലിൽ പോകാനായാലും ഒരു രീതിയിലും, കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സ്ഥാപനത്തില് ഇങ്ങനെയുള്ള ബസ് റൂട്ട് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതപ്പോൾ ഒത്തിരി ജനങ്ങൾ താമസിക്കുന്ന ഏരിയയാണ്. ഒരു വലിയൊരു കോളനി ഉണ്ട് കത്തിപ്പാറയിൽ, 103 കുടുംബം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഏകദേശം 60ഓളം കുടുംബങ്ങളുണ്ട്. ഈ കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു വ്യത്യാസം, ഈ ബോർഡിന്റെ ഇപ്പുറത്ത് ഒരാളില്ലെങ്കിൽ പോലും ബസ് കൃത്യമായിട്ട് തമിഴ്നാടിന്റെ ബസ് എത്തും. കാരണം സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായിട്ട് സൗജന്യമാണ്. പക്ഷേ ഇത്രയും ജനസംഖ്യയുള്ള നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായിട്ട് ബസ് നിർത്തി. പല പരാതികൾ കൊടുത്തു. പൈസ കൊടുത്ത് പൊക്കോളാം ഞങ്ങൾ. എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങളിവിടെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ബസ് ഇല്ലാത്തതിന്റെ കാരണത്തിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും. പിന്നെ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണമെങ്കിലും ഒക്കെ അതൊക്കെ വളരെ ഭാരമാണ്. പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ബസ് സ്ഥിരമായിട്ട് ഓടുന്നുണ്ട്. ഒരു കന്യാകുമാരി നെടുമങ്ങാട് ബസ് തമിഴ്നാട് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ഓടുന്നുണ്ട്. അതേസമയം കേരളക്കാർ അങ്ങനെ ഒരു ബസ് തുടങ്ങിയിട്ട് അത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ നിർത്തിക്കളഞ്ഞു. എന്നിട്ട് ഇപ്പൊ അതിന് വീണ്ടും ശ്രമിച്ചിട്ട് അത് ഇതുവരെ കേരളക്കാർ വിട്ടിട്ടില്ല. കന്യാകുമാരി നെടുമങ്ങാട് ബസ് കളക്ഷൻ ഇല്ലാന്ന്. അതേസമയം തമിഴ്നാട് ബസ് ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ ഉള്ള ദിവസം ഇരിക്കും, ആളില്ലാത്ത ദിവസം ഇരിക്കും. അവരെന്നും ഓടിക്കുന്നുണ്ട്, എല്ലാ ദിവസവും എല്ലാ സമയവും അവർ ഓടിക്കുന്നുണ്ട്. ജനങ്ങളുടെ ഇപ്പൊ ഒരാളെ ഉള്ളെങ്കിലും ഗവൺമെന്റ് ബസ് നോക്കി നിൽക്കുന്നവർക്ക് അതിന്റെ ഒരു സാഹചര്യം കിട്ടണമല്ലോ. അതിന്റെ ഒരു കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നെട്ട സ്കൂളിലാണ്. അപ്പൊ എങ്ങനെ പോകുന്നേ? നടന്നു പോവോ? എത്ര കിലോമീറ്റർ നടക്കണം? എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്റർ ഷോർട്ട് കട്ട് കയറി പോകും. ബുദ്ധിമുട്ട് ബസ് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ വീടുകളൊക്കെ പോയിട്ട് നിറയെ ദൂരമുണ്ട്. വീടിന് ഒരു 24 കിലോമീറ്റർ എങ്കിലും വീട്ടിലൊക്കെ പോകണം. അപ്പൊ അതിന് ബസ്സൊന്നും ഇല്ല. അപ്പൊ ആട്ടെ പിടിച്ച് വരണോണ്ട് നിറയെ പൈസയും പോവും. അല്ലെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആണല്ലേ? ഇലക്ഷൻ വരുന്നതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ പേപ്പർ കൊടുത്തിരുന്നു. പിള്ളേരുടെയും സ്കൂൾ കുട്ടികളുടെയും ഈ ലോക്കലുള്ള ആളുകളുടെയൊക്കെ സൈൻ വാങ്ങി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മെമ്പർ വഴിയാ നമ്മൾ കൊടുത്തത്. നമുക്ക് വേറൊരു പ്രശ്നമുള്ളത് വാനരശല്യം. വാനരശല്യം രക്ഷയില്ല. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വീട് ഇവിടെ കുരിശുമലയുടെ അടുത്താണ്. ഞായറാഴ്ച 11:30 പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒരു 26 മുട്ട അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം നിലത്തിലുണ്ട്. പൊട്ടിക്കാത്ത എണ്ണയെല്ലാം പൊട്ടി നിലത്ത് കിടപ്പുണ്ട്. അപ്പത്തിന്റെ മാവ് നിലത്തി. പിന്നെ ടേബിളിൽ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും പലഹാരം, പിള്ളേരൊക്കെ ഉള്ള വീടായതുകൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. മുഴുവനും ചിന്നിത്തേറി കിടപ്പുണ്ട്. ഇന്നലെ എന്റെ മോള് വീട്ടിലുണ്ടായിരുന്നു. ഫ്രണ്ട് ഡോർ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഉണ്ട്. അതിനെടുക്കാൻ പുറത്തോട്ട് പോയി. തിരിച്ചു വന്നപ്പം കുരങ്ങന്മാരെല്ലാം വീട്ടിൽ. ഒത്തിരി ശല്യമാണ്. കുഞ്ഞു പേടിച്ച് ഓടി. എന്നിട്ട് കൊച്ചിന് വേണ്ടി 3 ടിന്നില് സാധാരണ കൊതുക് വരും കഥ കടക്കാനൊക്കെ പറയുന്നത്. കുരങ്ങ് പേടിച്ചിട്ട് പിന്നെ വാങ്ങി വെച്ചത് 3 ടിൻ. അത് കുരങ്ങ് പൊട്ടിക്കില്ലാന്ന് ചോദിച്ച് വില കൂടിയ ടിന് 200 രൂപ കൊടുത്ത് 3 എണ്ണം വാങ്ങി വെച്ചു. അതിലെങ്കിലും പലഹാരം കിടക്കുമല്ലോ എന്ന് ചോദിച്ച് ആ ടിന്നോടെ എടുത്തോണ്ട് പോയി. അതാണ് ഏറ്റവും വലിയ സവിശേഷത. അപ്പം വീട്ടിലൊരു ആഹാരം, അത് നമ്മുടെ ടെറസ് വീടാണ്. ഡോറ് തുറന്നിടാൻ പറ്റില്ല. ഇതിനെ പേടിച്ചു. അത്ര ശല്യമാണ്. വരുന്നതെന്ന് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അല്ല, നമുക്ക് വണ്ടി ഇവിടെ ബസ്സില്ല. നമുക്ക് ബസ്സില്ലാതെ പോകാൻ പറ്റില്ല. ഇപ്പൊ എത്ര വർഷമായി നിന്നിട്ട്? ഇപ്പൊ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് ആശുപത്രി പോകാൻ നിവർത്തിയില്ല. പോകാൻ ഓട്ടോ പിടിക്കാനുള്ള പൈസ നിവർത്തിയില്ല. ആശുപത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടലും കാല് വയ്യാതെ. ബസ്സിന് നമുക്ക് ആവശ്യം. പലതവണ പറഞ്ഞു നോക്കി. ലാഭം നോക്കിയാണ് അവർ ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. ആളില്ലാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ബസ് അത്യാവശ്യമാണ്. കടുത്തിറക്കിയ ബസ് എന്നുള്ളതേ ഇല്ല. വലിയ പാടാണ്. ആശുപത്രി കാര്യമായാലും എന്താവശ്യത്തിനും ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു വ്യക്തി ഞാൻ കാണിച്ചത്, പുള്ളിയുടെ പേര് ഡേവിഡ് ആണ്. പുള്ളിയുടെ വൈഫ് ക്യാൻസർ പേഷ്യന്റ് ആണ്. പഞ്ചായത്തിൽ നിന്ന് ലൈഫ് ഭവന പദ്ധതി വഴി വീട് കൊടുത്ത ഒരാളാണ്. വീട് പൊളിച്ചിട്ടിട്ട് ഇപ്പൊ അനാഥരായി.
കാരണം ഒറ്റക്കെട്ട് പൈസ കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ ഇതുവരെ ഇവരെ പൈസ 1.5 വർഷമായി ഇവിടെ തെങ്ങിലിൽ 1.5 വർഷമായി ഇതുവരെയും കിട്ടിയത് 70,000 രൂപ. ഓ അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ അവസ്ഥ? നമ്മുടെ ഒരു വല്ലാത്ത ഒരവസ്ഥ, എന്ത് ചെയ്യാൻ, ജീവിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത് 1.5 വർഷം കൊണ്ട്. വാടക കൊടുക്കാൻ നിവൃത്തിയുണ്ടോ? വാടക കൊടുക്കാനും നിവൃത്തിയില്ല. എൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കഷ്ടപ്പാട്. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇലക്ഷൻ സമയമാകുമ്പോൾ വോട്ട് പിടിക്കാൻ മാത്രം വരും. അല്ല ഇപ്പൊ വന്നോ അവര്? പിന്നെ ഈ വോട്ട് ചോദിച്ചു വന്നോ? എല്ലാവരും വോട്ട് ചോദിച്ചൊക്കെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഞാനും പോകുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ എഗ്രിമെന്റ്, വലിയ പ്രതീക്ഷയുടെ എഗ്രിമെന്റ് വെച്ചതാണ്. ഒരു 70,000 രൂപ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഹെഡ്കോയുടെ ലോൺ ഇതുവരെയും പാസ്സാക്കി തരാൻ ഗവൺമെന്റ് ഓർഡർ കൊടുത്തിട്ടില്ല. ആ ലോൺ പാസ്സാക്കി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പൈസ കിട്ടും, പെട്ടെന്ന് വീട് വെക്കാൻ പറ്റും. അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദരിദ്രം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഗതികേട്. വലിയ ബുദ്ധിമുട്ടിലാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കാൻ. ഈ വോട്ട് ചോദിക്കുന്ന വരുന്നവരോട് പറയുന്നുണ്ടോ ഇത്? പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? പറഞ്ഞാലും ഒരു കാര്യവുമില്ല. നമ്മൾ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്താലേ ചെയ്യാൻ പറ്റൂ. ശരി നമുക്ക് നോക്കാം. എന്തായാലും ഇതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം. പൊതുപ്രവർത്തകർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താണ് പേരെന്ന് പറഞ്ഞു? ഒന്ന് പരിചയപ്പെടുത്താമോ? അതെ, ഇപ്പൊ മത്സരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ജനങ്ങള്. ഇപ്പൊ ഏറ്റവും വലുത് നമ്മുടെ ബസ്സില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് അതിനൊരു മറുപടി? ബസ് KSRTCയിലെ പുതിയ പുനഃസംഘടന അനുസരിച്ച് ഇപ്പോൾ വെള്ളടയിലെ സംബന്ധിച്ച് വെള്ളട KSRTC ഡിപ്പോ ഉണ്ട്. ഈ ഇട റോഡുകളിലെ സർവീസ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, നിർത്തി. കടക്കര ബസ് സർവീസ് പഴയ കാലത്തൊരു സർവീസാണ്, നിർത്തി. വെള്ളറട ഡിപ്പോ വന്ന ശേഷം പുതിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നു, ഗ്രാമ വണ്ടി പദ്ധതി. പഞ്ചായത്തുകൾ ഒരു വർഷം 12 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ ഇട റോഡുകളിൽ നിന്ന് ആളുകളെ എടുത്ത് പ്രധാന കേന്ദ്രത്തിൽ വാഹനത്തിൽ ആളെ എത്തിക്കാം. വെള്ളടയിൽ ഇവിടെ നിന്ന് കടക്കര നിന്ന് ഇവിടുത്തെ ആളുകളെ ആ ഗ്രാമവണ്ടി സർവീസിൽ അവിടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് നെയ്യാറ്റിൻകര, ആയിരനാട്, നെടുമങ്ങാട് എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള വണ്ടി എപ്പോഴും ഉണ്ട്. അപ്പോൾ ഗ്രാമവണ്ടി പദ്ധതി പഞ്ചായത്ത് എടുക്കണമായിരുന്നു, എടുത്തില്ല. കൊല്ലയിൽ പഞ്ചായത്ത് ഗ്രാമവണ്ടി പദ്ധതി നടപ്പാക്കി, കുന്നത്തുകൽ പഞ്ചായത്തിൽ ഗ്രാമവണ്ടി നടപ്പാക്കി. KSRTCയുടെ സാമ്പത്തിക പരിമിതി കാരണമാണ് അവർ കുറേ ഈ വികേന്ദ്രീകൃത സർവീസ് പിന്നെ റെഡ്യൂസ് ചെയ്തത്. കിട്ടുന്ന ഫണ്ടിന്റെ പ്രശ്നം നമുക്കറിയാം. കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കിയതിന്റെ പേരിൽ ഓരോ വർഷവും 83 ലക്ഷം രൂപ വെച്ച് ലോൺ അടയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അധിക ബാധ്യത കൂടെ പഞ്ചായത്ത് ഏറ്റെടുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുണ്ട്. നിർബന്ധിത പക്ഷെ അവിടെ 12 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെ അടയ്ക്കുമ്പോൾ വരുന്ന പഞ്ചായത്തിന് വരുന്ന അധിക ബാധ്യത. പക്ഷേ KSRTCക്ക് എളുപ്പമാണ് നടപ്പിലാക്കാൻ. വെള്ളറടയിൽ നിന്നും ഇവിടെ വരാനായിട്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. കൃത്യമായി നടപ്പായിക്കൊണ്ടിരുന്നു. അതും വേണ്ട, കത്തിപ്പാറ വരെ വരുന്ന ബസ് വരുന്നു. ഇപ്പൊ ഇങ്ങനെ എന്താണ് സർക്കുലർ ബസ്സായിട്ടാണ് ഇട്ടിട്ടുള്ളത്. കത്തിപ്പാറ, പന്നിമല, കൂതാളി വഴി കറങ്ങി പോകുന്നുണ്ട്. ആ ബസ്സും വെറും 2 കിലോമീറ്റർ ഇങ്ങോട്ടൂടെ ഒന്ന് കൊടുത്താൽ മതി. കത്തിപ്പാറ വരുന്ന ബസ് ഇവിടെ ഒന്ന് തിരിഞ്ഞ് ഇങ്ങനെ പോയാൽ മാത്രം മതി. ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കാൻ. ഇനിയുള്ള സാധ്യത എന്താണ് സാർ? നമുക്ക് ഗ്രാമവണ്ടി പദ്ധതി നടപ്പാക്കുക, ഈ ചെറിയ ചെറിയ റോഡുകളിൽ നിന്ന് ആളെ എടുത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിക്കുക, യാത്രാ സൗകര്യമാക്കി കൊടുക്കുക, ആളുകൾക്ക് സൗകര്യം പ്രദാക്കി കൊടുക്കുക, പഞ്ചായത്തിന്റെ ചുമതല നിർവഹിക്കുക. നമ്മളിപ്പോ ഈ വോട്ട് ചോദിക്കുമ്പോൾ ഏറ്റവും ഇത് പറയും ഇടദോഷം പറയും. ഈ ഗ്രാമവണ്ടി പദ്ധതി നടപ്പാക്കുകയും ചെയ്യും, ഇടദോഷം പറയുകയും ചെയ്യും, പ്രചരിപ്പിക്കുകയും ചെയ്യും. കാലാകാലങ്ങളിൽ സാധ്യമായ ജനോപകാരപ്രദമായ പദ്ധതികൾ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രാദേശിക സർക്കാരിന്റെ പ്രഥമമായ കടമയാണ്.